വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോയി എന്ന് കരുതപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഷോൾ സ്റ്റാർ. പറഞ്ഞു വരുന്നത് 70,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അന്നിവിടെ മനുഷ്യരുണ്ടായിരുന്നു, എന്നാൽ നമുക്ക് സ്പേസിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. നമ്മുടെ സൗരയൂഥത്തിന്റെ തന്നെ അന്ത്യത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നക്ഷത്രം നമ്മുടെ തൊട്ടടുത്തൂടെ കടന്നു പോവുകയുണ്ടായി. 2018 നാസയുടെ നേച്ചർ മാഗസിനിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് നമ്മുടെ സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ചില സെലസ്റ്റിയൽ ബോഡികൾ വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയ ഷോൾ സ്റ്റാറിന്റെ ചില പ്രതിഫലനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിന്റെ തൊട്ടു പുറകിലായി നമുക്ക് കൈപ്പർ ബെൽറ്റ് എന്ന ഒരു പ്രദേശം കാണാൻ സാധിക്കും. ഗ്രഹങ്ങളോട് സാമ്യം തോന്നിക്കുന്ന എന്നാൽ ഗ്രഹങ്ങളല്ലാത്ത കുറെ അധികം സെലസ്റ്റിയൽ ബോഡീസ് അവിടെ സൂര്യനു ചുറ്റുമായി വലം വെക്കുന്നുണ്ട്. ഐസ് കൊണ്ടും പാറകൾ കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റേതോ ഒരു നക്ഷത്രത്തിന്റെ ഭാഗമായിരുന്ന ഈ സെലസ്റ്റിയൽ ബോഡീസ് പിന്നീട് സൗരയൂഥത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഷോൾ സ്റ്റാറിന്റെ കണ്ടെത്തലിലേക്ക് നമ്മളെ നയിച്ചത് അസ്ട്രോണമറായ എറിക് മാംജേക്കിന്റെ ഒരു സന്ദർശനമായിരുന്നു. നാസയുടെ എക്സോ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി പ്രോഗ്രാം സയന്റിസ്റ്റ് ആണ് എറിക് മാംജാക്ക്. യൂണിവേഴ്സിറ്റി ഓഫ് റോക്കസ്റ്ററിലെ ഒരു പ്രൊഫസർ കൂടിയായിരുന്ന അദ്ദേഹം എല്ലാ വർഷവും സാന്റിയാഗോയിൽ സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററി സന്ദർശിക്കാൻ പോകുന്നതാണ്. 2013 അദ്ദേഹം ആ സന്ദർശനം നടത്തുകയുണ്ടായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഫെലോ അസ്ട്രോണമറായ വാലന്റിൻ ഇവാനോവ് അദ്ദേഹത്തിന് ചില സൂചനകൾ നൽകുകയുണ്ടായി. അതൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള സൂചനയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് ഒരു വർഷത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അവയുടെ പൊസിഷൻ മാറുന്നില്ല എന്നതാണ്. അതാണ് ഷോൾ സ്റ്റാർ. എക്സോ പ്ലാനറ്റുകളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ദീർഘനാളായി പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാംജേക്കിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഒന്നുകിൽ ആ നക്ഷത്രം നമ്മുടെ നേർക്ക് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അധികം വൈകാതെ തന്നെ അത് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അതുമല്ലെങ്കിൽ ആ നക്ഷത്രം ഒരിക്കൽ നമ്മുടെ അടുത്തൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ആ നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി എറിക് മാംജേക്കിന് ചില നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ആ നക്ഷത്രം നമ്മളിൽ നിന്നും സെക്കൻഡിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 70,000 അല്ലെങ്കിൽ 80,000 വർഷങ്ങൾക്ക് മുൻപ് ഇത് നമ്മുടെ സൗരയൂഥത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും. നിലവിൽ ഷോൾ സ്റ്റാർ നമ്മളിൽ നിന്നും 22 പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിതീവ്രമായ വേഗതയിൽ അത് നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഷോൾ സ്റ്റാർ അല്ല, അത് ആൽഫ സെഞ്ചുറി സിസ്റ്റമാണ്. നമ്മളിൽ നിന്നും വെറും 4 പ്രകാശവർഷങ്ങൾ അകലെ മാത്രമാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.